നമസ്കാരം. പണ്ട് ബ്രിട്ടീഷുകാർ പോലും ഭയപ്പെട്ടിരുന്ന നമ്മുടെ പാരമ്പര്യ ആയോധന കലയായ കളരിക്ക് പുരാതന കാലത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടായിരുന്നു. മന്ത്രവാദവും ഉപാസനയുമായി ബന്ധപ്പെട്ടതായിരുന്നു അത്. പലപ്പോഴും ഐതിഹ്യങ്ങളിലും കഥകളിലും നമ്മൾ കേട്ടിട്ടുള്ള കളരിയും മാന്ത്രികവും തമ്മിലുള്ള ആ നിഗൂഢ ബന്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. പണ്ട് കാലത്ത് ഒരു കളരി ഗുരുക്കൾ എന്നാൽ വെറും ഒരു ആയോധനകല അധ്യാപകൻ മാത്രമായിരുന്നില്ല. അവർ വൈദ്യരും ഒപ്പം തന്നെ മന്ത്രതന്ത്ര വിദ്യകൾ അഗാധ പാണ്ഡിത്യമുള്ളവരുമായിരുന്നു. കളരിയിലെ ഓരോ ചുവടുകളും പ്രപഞ്ചത്തിലെ ഊർജത്തെ ആവാഹിക്കാനുള്ള വഴികളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ആ വിശ്വാസം അന്നും ഇന്നും നിലനിൽക്കുന്നു. ഒരു യോദ്ധാവിന് ശാരീരിക കരുത്തിനൊപ്പം മാനസികമായ കരുത്തും ഏകാഗ്രതയും നൽകാൻ ഉപാസനയും മന്ത്രവിദ്യകളും സഹായിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഓരോ കളരിയുടെയും കന്നിമൂലയിൽ പൂത്തറയുണ്ടാകും. അവിടെ കളരി പരമ്പരയുടെ ദേവതകളെ കുടിയിരുത്തിയിട്ടുമുണ്ടാകും. പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ് ഈ ദേവതകളെ വണങ്ങുന്നത് ഒരു ആചാരമാണ്. മന്ത്രവാദവുമായി ഇതിന് എന്ത് ബന്ധമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ശത്രുവിനെ കീഴടക്കാൻ ആവശ്യമായ മനോബലം ലഭിക്കാൻ പ്രത്യേക മന്ത്രങ്ങളും ജപങ്ങളും പൂജകളും ഉണ്ടായിരുന്നു. കളരിയിൽ അംഗം വെട്ടുമ്പോൾ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകൾ ഉണങ്ങാനും ശത്രുവിനെ കണ്ണുകെട്ടാനും സ്തംഭിപ്പിക്കാനും ഒക്കെ പല മന്ത്രവാദ വിദ്യകളും ഉപയോഗിച്ചിരുന്നതായി പഴയ പാട്ടുകളിലും ഐതിഹ്യങ്ങളിലും നമുക്ക് കാണാം. കളരിയിലെ ഏറ്റവും അപകടകരവും രഹസ്യാത്മകമായ ഒന്നാണ് മർമ്മവിദ്യ. മനുഷ്യ ശരീരത്തിലെ 108 മർമ്മങ്ങളെ കുറിച്ചുള്ള അറിവ് ഗുരുക്കന്മാർക്ക് ഉണ്ടാവും. ഈ മർമ്മങ്ങളിൽ ഏൽക്കുന്ന ആഘാതം മരണത്തിന് വരെ കാരണമായേക്കാം. ഇവിടെയാണ് മാന്ത്രികത്തിന്റെ പ്രസക്തി. ചില ഗുരുക്കന്മാർക്ക് മാന്ത്രിക ശക്തിയിലൂടെ ഈ മർമ്മങ്ങളെ ഉണർത്താനും തളർത്താനും കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു. മർമ്മ ചികിത്സയിൽ പോലും മരുന്നുകൾക്കൊപ്പം പ്രത്യേക മന്ത്രോച്ചാരണങ്ങൾ നടത്തിയിരുന്നു. ഇതിനെയാണ് മന്ത്രചികിത്സ എന്ന് വിളിക്കുന്നത്. കാലം മാറിയപ്പോൾ ഇത്തരം വിശ്വാസങ്ങളിൽ പലതും അന്ധവിശ്വാസങ്ങളായി തള്ളിക്കളയപ്പെട്ടെങ്കിലും കളരിയും ആത്മീയതയും തമ്മിലുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും കളരിപ്പയറ്റ് അഭ്യസിക്കുന്നവർക്ക് കളരി ഒരു ക്ഷേത്രം പോലെ തന്നെയാണ്. കളരിപ്പയറ്റിൽ മാന്ത്രികം എന്നത് വെറും ഒരു ജാലവിദ്യയല്ല, മറിച്ച് ഏകാഗ്രതയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ശ്രേഷ്ഠമായ അറിവായിട്ടാണ് പണ്ട് കാലത്ത് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കളരിപ്പയറ്റിനെ കുറിച്ചോ അതിലെ നിഗൂഢമായ രഹസ്യങ്ങളെ കുറിച്ചോ കൂടുതൽ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക.